നമ്മൾ ഇന്നത്തെ വാർത്താപ്രഭാതം ആരംഭിച്ചത് കൊച്ചിയിൽ സൗത്തിലുണ്ടായ വൻ തീപിടുത്തം റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. സൗത്ത് പാലത്തിന് സമീപത്തെ ആക്രി ഗോഡൌണിലാണ് ഇന്നലെ രാത്രി, അതായത് ഇന്ന് പുലർച്ചെ 2 മണിയോടെ തീപിടുത്തമുണ്ടായത്. 12 ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചു. സമീപത്തെ കെട്ടിടങ്ങളിലേക്ക് തീ പടർന്നുവെങ്കിലും അവിടെയൊക്കെയുള്ള മുഴുവൻ ആളുകളെ ഒഴിപ്പിച്ചു. കെട്ടിടത്തിലുണ്ടായിരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. സൗത്ത് റെയിൽവേ ട്രാക്കിന് സമീപത്തേക്കും തീ പടർന്നതോടെ ട്രെയിൻ ഗതാഗതവും തടസ്സപ്പെട്ടു. 2 മണിക്കൂറിന് ശേഷമാണ് ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. പുക നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ഇടയ്ക്ക് പെയ്ത കനത്ത മഴ തീ അണയ്ക്കുന്നതിന് സഹായവുമായി. അലി അക്ബർ ഷായും അല്ലമീനും ഇപ്പോൾ സംഭവ സ്ഥലത്തുണ്ട്. ആദ്യം ഞാൻ അലി അക്ബർ ഷായിലേക്ക് പോകുന്നു. അലി അക്ബർ ഷാ, വെരി ഗുഡ് മോർണിംഗ്. പ്രേക്ഷകർ രാവിലെ മുതൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ദൃശ്യങ്ങൾ. സൗത്തിൽ ഒരു പക്ഷേ തീ നിയന്ത്രണ ആയിരുന്നില്ലെങ്കിൽ അടുത്തുള്ള കെട്ടിടങ്ങളിലേക്കൊക്കെ പടർന്ന് വലിയ നാശനഷ്ടങ്ങളും ആൾനാശവും ഒക്കെ ഉണ്ടായേനെ. പക്ഷേ ഫയർഫോഴ്സിന്റെ കൃത്യമായ സമയത്തെ ഇടപെടലും പിന്നെ ഇടയ്ക്ക് പെയ്ത മഴയും ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ സഹായിച്ചു അല്ലേ അലി? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. നമുക്ക് ഉറപ്പിച്ച് ഗുഡ് മോർണിംഗ് പറയാൻ കഴിയുന്നൊരു പ്രഭാതമാണ്. കാരണം വലിയ ആശ്വാസകരമായ വാർത്തയാണ് ഈ പുലർച്ചെ തന്നെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. ഈ കാണുന്ന പോലെ വലിയൊരു തീപിടുത്തം, ഒരു ഉഗ്ര സ്ഫോടനമായിരുന്നു സത്യത്തിൽ ഈ കൊച്ചിയിൽ ഉണ്ടായത്. ഈ സൗത്ത് മേൽപ്പാലത്തിന് സമീപമുള്ള ഈ ആക്രി ഗോഡൌണിൽ ഉണ്ടായത്. രാവിലെ പുലർച്ചെ 1 മണിയോടുകൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. ആദ്യം ഇപ്പോൾ പ്രാഥമിക നിഗമനം അനുസരിച്ച് ഒരു ഷോർട്ട് സർക്യൂട്ടിൽ നിന്ന് ഈ തീപിടുത്തം ഉണ്ടാകുന്നു. പിന്നീട് ആക്രി സാധനങ്ങൾക്ക് തീപിടിച്ച് അതിനുശേഷം ഏകദേശം ഇതിനകത്ത് സൂക്ഷിച്ചിരുന്ന 12ഓളം ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുന്ന നിലയിലേക്ക് ഉഗ്ര ശബ്ദത്തോടുകൂടിയുള്ള സ്ഫോടനമായി ഇത് മാറുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന ദൃശ്യങ്ങൾ അത് ഞെട്ടിക്കുന്നതാണ്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കൊച്ചി നഗരത്തിന്റെ ഒത്ത മധ്യത്തിലാണ്. അതായത് ഈ തീപിടുത്തം ഉണ്ടായ ഗോഡൌണിന്റെ തൊട്ട് സമീപത്ത് ഒരു മേൽപ്പാലം, സൗത്ത് മേൽപ്പാലം പോകുന്നു. അതിനോട് തൊട്ട് ചേർന്ന് റെയിൽവേ ട്രാക്ക് പോകുന്നു. അതിന്റെ തൊട്ടിപ്പുറത്തായി കൊച്ചി മെട്രോയുടെ റെയിൽവേ ട്രാക്ക് പോകുന്നു. സമീപത്തെല്ലാം ട്രാൻസ്ഫോമറുകൾ. അങ്ങനെ ഒരു വലിയ അപകടത്തിലേക്ക് നയിക്കാൻ ഉതകുന്ന എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഉള്ള ഒരു സ്ഥലത്താണ് ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായത്. പക്ഷേ ഏറ്റവും കൃത്യമായ ഇടപെടൽ, ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഏറ്റവും കൃത്യമായ ഇടപെടലിലൂടുകൂടി ആ അപകടത്തിന്റെ വ്യാപ്തി ഇല്ലാതാക്കാൻ, അപകടത്തെ പാടെ ഇല്ലാതാക്കി കളയാൻ സാധിച്ചു എന്നുള്ളത് ഏറെ ആശ്വാസകരമായ വാർത്തയായിരുന്നു. ഈ സമീപത്തുള്ള കടകളിലേക്ക്, അതുപോലെ തന്നെ തൊട്ടടുത്തെല്ലാം വലിയ രീതിയിലുള്ള ഹോസ്റ്റലുകൾ, അതുപോലെ തന്നെ ടൂറിസ്റ്റ് ഹോമുകൾ ഒക്കെ വരുന്ന സ്ഥലമാണ്. ഈ ദൃശ്യങ്ങളിൽ കാണാം, ഈ തീപിടിച്ച ഗോഡൌണിന്റെ തൊട്ട് സമീപത്തായി ഒരു ഗോഡൌൺ ഈ ഗസ്റ്റ് ഹൗസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പല രീതിയിലുള്ള ഫ്ളാറ്റുകൾ വരുന്നുണ്ട്. അത്തരത്തിൽ വലിയ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്തിന് ഒത്ത നടുക്കാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. കൃത്യമായ ഇടപെടൽ, കൃത്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചുകൊണ്ടാണ് ഫയർഫോഴ്സ് ഈ രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് തന്നെ. തൊട്ടടുത്തുള്ള ഫ്ളാറ്റുകളിലെ ആളുകളെ മാറ്റുക എന്നതായിരുന്നു ഏറ്റവും പ്രാഥമിക പരിഗണന ഫയർഫോഴ്സ് നൽകിയ വിഷയം. അതുപോലെ തന്നെ ഈ പറയുന്ന തീപിടിച്ച ഗോഡൌണിനകത്ത് 6 ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അവരെ രക്ഷപ്പെടുത്തുക എന്നതിനായിരുന്നു ഏറ്റവും അടിയന്തരമായി പിന്നീട് പരിഗണന നൽകിയത്. 6 പേരെയും ഒരു പോറലേൽക്കാതെ ഇത്രയും വലിയ സ്ഫോടനത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഫയർഫോഴ്സിന് സാധിച്ചു. ഈ കെട്ടിടത്തിന്റെ 2ാം നിലയിൽ കിടന്നുറങ്ങുകയായിരുന്നു ഈ 6 ഇതര സംസ്ഥാന തൊഴിലാളികളും. അവരെ മറ്റേതെങ്കിലും രീതിയിലുള്ള അപകടമില്ലാതെ പുറത്തെത്തിക്കാൻ വേണ്ടി സാധിച്ചു. ഈ തീ ഏകദേശം 3 മണിക്കൂർ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് ഇപ്പോൾ കാണുന്ന നിലയിലേക്ക് എത്തിച്ചത്. ആദ്യഘട്ടത്തിൽ വെള്ളമൊഴിച്ച് തീ അണയ്ക്കാൻ ശ്രമിക്കുകയും തീ അണഞ്ഞ ശേഷവും കടുത്ത പുക, ടോക്സിക് കണ്ടന്റുള്ള പ്ലാസ്റ്റിക് കത്തിയമർന്ന പുക ഉയർന്ന സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് അകത്തേക്ക് കയറാൻ വേണ്ടി കഴിയാത്ത സാഹചര്യം ഉണ്ടായി. ആ ഘട്ടത്തിലാണ് ഈ ഗോഡൌണിന്റെ പിൻവശത്തു നിന്നും JCB ഉപയോഗിച്ച് ഈ സ്ക്രാപ്പ് സാധനങ്ങൾ മാറ്റി അകത്തേക്ക് കയറാനുള്ള ശ്രമം നടത്തിയത്. ഈ പുകയിലേക്ക് വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ സ്വാഭാവികമായും പുകച്ചുരുളുകൾ ഉയരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഫോമാണ് ഇപ്പോൾ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഉള്ളിൽ നിന്നും പുക ഉയരുന്നത് തടയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഫോം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ കൃത്യമായ രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് നടത്തിയ എടുത്തു പറയേണ്ട, അഭിനന്ദനം അർഹിക്കുന്ന രക്ഷാപ്രവർത്തനം തന്നെയാണ് ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ഈ പ്രദേശത്ത് ഉണ്ടായത്. ഇല്ലെങ്കിൽ ഇന്ന് പുലർച്ചെ ഒരു ദുരന്ത വാർത്തയായിരിക്കും കേരളം, കൊച്ചിയിൽ നിന്നും കേൾക്കാനുണ്ടായിരുന്ന അവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നത്. ആ അവസ്ഥകളെ എല്ലാം മറികടന്നുകൊണ്ട് ശക്തമായ മഴയുണ്ടായിരുന്നു അല്പസമയം മുമ്പ് വരെ. ആ മഴ ഒരു പരിധിവരെ അനുഗ്രഹമായി രക്ഷാപ്രവർത്തനത്തിന് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ ഗോഡൌണിന്റെ പിൻവശത്ത് ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ആ വർക്ക്ഷോപ്പിലെ വാഹനങ്ങളെല്ലാം ഒരു പരിധിവരെ മാറ്റാൻ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിരുന്നു. പക്ഷേ ഇതിനകത്ത് ഈ സ്ക്രാപ്പായിട്ടുള്ള വാഹനങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം കത്തിയമർന്ന് വലിയ ഒരു പുകച്ചുരുളിലേക്ക്, പൊട്ടിത്തെറിയുടെ സാധ്യതയിലേക്ക് എല്ലാം പോയിരുന്ന ഒരു അപകടമാണ്. അതിനെയാണ് കൃത്യമായി ഫയർഫോഴ്സ് യൂണിറ്റുകൾ 10ലധികം അതിഥി തൊഴിലാളികൾ ഉണ്ടായിരുന്നുവെന്ന് കേൾക്കുന്നു. അവരെയും കൃത്യസമയത്ത് പുറത്തെത്തിക്കാൻ സാധിച്ചു അല്ലേ നമ്മുടെ ഫയർഫോഴ്സിന്?
തീർച്ചയായും അരുൺ, ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് 6 ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ആ സമയത്ത് ഇതിനകത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നത്. തീ പിടിച്ചത് അവർ സത്യത്തിൽ അറിഞ്ഞിരുന്നില്ല. ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി അവരെ പുറത്തേക്ക് എത്തിച്ച ശേഷമാണ് സത്യത്തിൽ ഈ ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചൊരു ഉഗ്ര സ്ഫോടനം എന്ന നിലയിലേക്ക് അപകടം മാറിയത്. അതുകൊണ്ട് തന്നെ അതിനു മുൻപ് തന്നെ ഈ വലിയൊരു തീപിടുത്തത്തിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഈ ഇതര സംസ്ഥാന തൊഴിലാളികളെ പുറത്തേക്ക് എത്തിക്കാൻ ഫയർഫോഴ്സ് യൂണിറ്റിന് സാധിച്ചു എന്നത് വലിയ ആശ്വാസകരമായ വാർത്തയാണ്. ഇപ്പോൾ എന്തായാലും ഈ ഫോം അടിച്ചുകൊണ്ട് പിൻവശത്തുകൂടി അകത്തേക്ക് കയറാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ആക്രി കട ഈ ഗോഡൌണിന്റെ ഉടമയായ രാജു പറഞ്ഞത് ഈ സ്ഥാപനം എല്ലാ ലൈസൻസോടു കൂടിയുമാണ് പ്രവർത്തിക്കുന്നതെന്നാണ്. പക്ഷേ നമ്മൾ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ ഇതിന് ഫയർ സംവിധാനം ഇല്ല എന്നുള്ള വിവരമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ നഗരത്തിന്റെ ഒത്ത നടുക്ക് പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിന് ഫയർ സംവിധാനം ഇല്ല എന്നുള്ളത് വലിയ വീഴ്ചയാണ്. ഒരു പരിശോധനയിലും അവർ ഈ കാര്യം പുറത്തു വന്നില്ല, അല്ലെങ്കിൽ ഇത്രയും നാളുകൾ സുഗമമായി ഇതിവിടെ ഈ യൂണിറ്റും ഫയർ യൂണിറ്റോ മറ്റ് സംവിധാനങ്ങളോ ഇല്ലാതെ പ്രവർത്തിച്ചു എന്നുള്ളത് വലിയ വീഴ്ച തന്നെയാണ്. സാർ, അതിന് ഫയർ സംവിധാനം ഇല്ല എന്നാണ് പറയുന്നത് അല്ലേ? ഇല്ല, അതായത് ഫയർ സിസ്റ്റം ഇവർ ചെയ്യണം. ഫയർ സിസ്റ്റം ചെയ്തിരിക്കണമെന്നാണ്. ആ സിസ്റ്റം അവർ ചെയ്തിട്ടില്ല, നിലവിൽ ചെയ്തിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇനിഷ്യൽ ചെയ്തിരുന്നത് കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു. മറ്റ് ലൈസൻസുകളെല്ലാം ഉണ്ട് എന്നാണ് ഉടമ പറയുന്നത്. നമുക്ക് അന്വേഷിച്ചാൽ അറിയാൻ പറ്റുള്ളൂ. നിലവിൽ അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. നഗരമധ്യത്തിൽ ഇത്രയും അപകടാവസ്ഥയിൽ ഇത്തരത്തിലൊരു സ്ഥാപനം പ്രവർത്തിക്കാൻ പാടുണ്ടോ? സാധാരണഗതിയിൽ സ്ക്രാപ്പ് സ്ഥാപനങ്ങൾ ഇത് പണ്ട് കാലത്തെ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ടത്തെ ലൈസൻസ് ഉണ്ടാവും. പക്ഷേ നിലവിൽ ഉള്ള നോംസ് പ്രകാരമുള്ള സിസ്റ്റംസ് ചെയ്യണമെന്നുണ്ട്. അത് മുൻപ് മറ്റേതെങ്കിലും സ്ഥാപനമായി പ്രവർത്തിക്കുമ്പോഴുള്ള ലൈസൻസ് ആയിരിക്കാം ഇപ്പോഴും ഉള്ളതെന്നല്ലേ? അല്ല, അതല്ല. പണ്ട് സ്ക്രാപ്പ് കടയായിട്ട് തന്നെ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കടയാണ്. പക്ഷേ നിലവിലെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള നോംസ്, അതായത് റൂൾസ് മാറുമ്പോൾ അതിനനുസരിച്ചുള്ള സിസ്റ്റംസ് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റംസ് ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇത് ഏത് രീതിയിലാണ് തീപിടുത്തം ഉണ്ടാകുന്ന കാര്യത്തിൽ എന്തെങ്കിലും സൂചനയുണ്ടോ? അന്വേഷിച്ചാൽ അറിയാൻ പറ്റുള്ളൂ. ഈ 6 ഇതര സംസ്ഥാന തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയല്ലോ, അവരുടെ ആരോഗ്യസ്ഥിതിയിൽ മറ്റു പ്രശ്നങ്ങളുണ്ടോ? സംസാരിച്ചിരുന്നു. അവരെല്ലാം സേഫാണ്. 6 ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് 8 പേരുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 8 പേരും സേഫാണ്. കൃത്യമായി ഇടപെടൽ ഫയർഫോഴ്സ് യൂണിറ്റിന്റെ ഭാഗത്തും കൃത്യമായി ആ സമയത്ത് തന്നെ ഉണ്ടായി. ഫയർഫോഴ്സുകാർ ആ സ്പോട്ടിൽ നിന്ന് തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഫയർ സ്റ്റേഷൻ ഉള്ളത്, ഗാന്ധിയർ ഫയർ സ്റ്റേഷൻ ഉള്ളത് തന്നെ പെട്ടെന്ന് ഓടി എത്താൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ വന്ന ഉടനെ ഇവാക്വേഷൻ ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ഇവാക്വേഷൻ ചെയ്തിട്ടാണ് ഫയർ ഫൈറ്റിംഗ് തുടങ്ങിയത്. ഒരു വീട്ടിലേക്ക് അപ്പുറത്ത് തീ പടർന്നിട്ടുണ്ടെന്ന് വിവരം കിട്ടിയിരുന്നു. അങ്ങനെ എന്തെങ്കിലും സൂചനയുണ്ട്? തൊട്ടടുത്ത് ലോഡ്ജാണുള്ളത്, 2 ലോഡ്ജാണുള്ളത്. പിന്നെ അവിടെ തൊഴിലാളികൾ താമസിക്കുന്ന ചെറിയ ഇലയം ഉണ്ടായിരുന്നു. ഇവിടെയുള്ള ആൾക്കാരെല്ലാം നമ്മൾ ഇൻഷുറൻസ് ചെയ്തിട്ട് മാറ്റിയിട്ടാണ് ഫയർ ഫൈറ്റ്. അപ്പോൾ ലോഡ്ജിലേക്കുള്ള ഫയർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റി. അതാണ് ഏറ്റവും വലിയൊരു ടാസ്ക് ആയിരുന്നു. എങ്ങനെയായിരുന്നു ആദ്യം ഈ വിവരം ലഭിച്ചത്? എങ്ങനെയാണ് സാർ? അത് നമ്മുടെ ഫയർ സ്റ്റേഷനിൽ കോൾ വന്നതാണ്. 2:10 കൂടിയാണ് കോൾ വന്നത്. എന്തായാലും അരുൺ, ഇതാണ് ലഭിക്കുന്ന വിവരം. ഉടമ പറയുന്നതനുസരിച്ച് മറ്റ് ലൈസൻസുകളെല്ലാം തന്നെ സ്ഥാപനത്തിനുണ്ട്. പക്ഷേ അതിന് കൃത്യമായി ഫയർ സംവിധാനം ഇല്ല എന്നാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വ്യാപ്തിയുള്ളൊരു അപകടത്തിലേക്ക് പോകുമായിരുന്നില്ല. നേരത്തെ തന്നെ ഇത് നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുമായിരുന്നു എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും വലിയ ആശ്വാസകരമായ വാർത്തയാണ്. ഇത്രയും വലിയൊരു ഉഗ്രസ്ഫോടനം നഗരമധ്യത്തിൽ, ഇത്രയും വാഹനങ്ങൾ, തിരക്കേറിയ വാഹനങ്ങൾ പോകുന്ന ഒരു ഭാഗത്ത്, തിരക്കേറിയ ജനക്കൂട്ടം ഉണ്ടാകുന്ന ഒരു ഭാഗത്ത് ഇത്രയും വലിയൊരു അപകടത്തെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ സാധിച്ചു എന്നത് വലിയ ആശ്വാസം ഉണ്ടാക്കുന്ന വാർത്ത തന്നെയാണ്. തൊഴിലാളികളുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാമായിരുന്നു. അവർ ഉറക്കത്തിലായിരുന്നു. വളരെ ടോക്സിക് ആയിട്ടുള്ള പുക വരുന്ന സ്ഥലമാണ്. ഒരുപാട് പ്ലാസ്റ്റിക് സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. ഇതെല്ലാം തീപിടുത്തത്തിൽ വലിയ വിഷപ്പുകയുണ്ടാക്കാൻ പര്യാപ്തമായിട്ടുള്ള ആക്രികളാണ് അവിടെ ഉണ്ടായിരുന്നത് അല്ലേ? നമ്മൾ പറയുമ്പോൾ എടുത്തു പറയേണ്ടത് ഈ 8 ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇതിനകത്തുണ്ടായിരുന്നു എന്നത് വലിയൊരു അപകടം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ കെട്ടിടത്തോട് ചേർന്ന് ഹോസ്റ്റലുകൾ, അതുപോലെ തന്നെ ഫ്ളാറ്റുകൾ, ഗസ്റ്റ് റൂമുകൾ, അത്തരത്തിൽ നിരവധി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥാപനങ്ങളാണ്. വലിയ രീതിയിലുള്ള ആൾക്കൂട്ടങ്ങളുള്ള സ്ഥാപന സമുച്ചയങ്ങളാണ് ഇതിന് ചുറ്റുമുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ റെയിൽവേ ട്രാക്ക് ഒരു വശത്തുകൂടി കടന്നു പോകുന്നു. അത്തരത്തിൽ വലിയൊരു അപകടത്തിലേക്ക് പോകാനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഉള്ള ഒരു സ്ഥലത്താണ്, ഒത്ത നടുക്കാണ് നഗരത്തിന്റെ ഈ അപകടം ഉണ്ടായത്. അവിടെ നിന്നും കൃത്യമായ ഇടപെടൽ എടുത്തു പറയേണ്ടതുണ്ട്. ആദ്യഘട്ടത്തിൽ ഗാന്ധിനഗർ ഫയർഫോഴ്സ് യൂണിറ്റാണ് ഈ പ്രദേശത്തേക്ക് എത്തുന്നത്. അതിനുശേഷം ഈ അപകടത്തിന്റെ വ്യാപ്തി അനുസരിച്ച് 15ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. അവർ ഏറ്റവും പ്രാഥമിക പരിഗണന നൽകിയത് ആദ്യഘട്ടത്തിൽ ഈ കെട്ടിടത്തിനകത്തുണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ രക്ഷിക്കുന്നു, അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നു. അതിനുശേഷം ഇവിടെ ദൃശ്യങ്ങളിൽ നോക്കിയാൽ കാണാൻ കഴിയും വലിയ കെട്ടിടങ്ങൾ, വലിയ നിരവധി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഫ്ളാറ്റ് സമുച്ചയങ്ങൾ ഉൾപ്പെടെ ഈ കെട്ടിടത്തിന് ചുറ്റുമുണ്ട്. അവിടെയുള്ള ആളുകൾക്ക് നിർദ്ദേശം നൽകി അവിടെയുള്ള ആളുകളെ സുരക്ഷിതമായി മാറ്റുക എന്ന കാര്യത്തിനാണ് ഈ ഫയർഫോഴ്സ് യൂണിറ്റ് ആദ്യം ഏറ്റവും പ്രാഥമിക പരിഗണന നൽകിയത്. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഈ അകത്തുണ്ടായിരുന്ന 8 ഇതര സംസ്ഥാന തൊഴിലാളികൾ ദൃശ്യങ്ങളൊന്നും നമുക്ക് പാൻ ചെയ്ത് കാണിച്ചാൽ ഈ നഗരമധ്യത്തിലെ തീപിടുത്തം എത്രത്തോളം അപകടകരമായിരുന്നു എന്ന് നമുക്ക് പ്രേക്ഷകരെ കാട്ടിക്കൊടുക്കാൻ പറ്റും. അതിന് തൊട്ടടുത്തുള്ള കെട്ടിടങ്ങൾ കൂടി നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും. തീപിടുത്തം നടന്ന സ്ഥലം എനിക്ക് റെയിൽവേ സ്റ്റേഷന്റെ കുറച്ച് അടുത്താണ് അല്ലേ?
തീർച്ചയായും വരുന്നുണ്ട്. ഇവിടെ കാണാം വലിയ കെട്ടിടങ്ങൾ, ഈ ഭാഗങ്ങൾ നോക്കിയാൽ വലിയ കെട്ടിടങ്ങൾ, അവിടെ എല്ലാം ആളുകൾ, ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ വന്ന് താമസിക്കുന്ന കെട്ടിടങ്ങൾ. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ ഈ ഗോഡൌണിന് തൊട്ട് ചേർന്ന് തൊഴിലാളികൾ ഉൾപ്പെടെ താമസിക്കുന്ന ഒരു കെട്ടിടം, നിരവധി റൂമുകളുള്ള ഒരു ഫ്ലാറ്റ്, ചെറിയൊരു ഫ്ലാറ്റ് സമുച്ചയം. അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ തീപിടുത്തമുണ്ടായ ഭാഗത്തുനിന്നും അല്പം, നമ്മളിപ്പോൾ പിൻഭാഗത്താണ്, ഈ ഗോഡൌണിന്റെ പിൻഭാഗത്താണ് നിന്നത്. മുൻവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ കാണാം ഇവിടെയും ഫ്ലാറ്റുകളാണ്. അതുപോലെ ഇവിടെ കാണുന്നതാണ് നമ്മുടെ സൗത്ത് മേൽപ്പാലം, തിരക്കേറി വാഹനങ്ങൾ കടന്നു പോകുന്ന മേൽപ്പാലം. അവിടെ നിന്നും തൊട്ടടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ മെട്രോ ട്രാക്ക്, കൊച്ചി മെട്രോയുടെ ട്രാക്ക്, അതുപോലെ തന്നെ ഈ ഗോഡൌണിനോട് ചേർന്ന് റെയിൽവേ ട്രാക്ക്. അത്തരത്തിൽ ഒരു വലിയ അപകടം, നഗരത്തെ ഒരു വലിയ ശതമാനത്തോളം തകർത്ത് കളയാൻ കഴിയുന്ന ഒരു അപകടത്തിനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഉള്ള ഒരു സ്ഥലത്താണ്, ഒരു പ്രദേശത്താണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഈ ഗോഡൌണിന്റെ, തീപിടിച്ച ഗോഡൌണിന്റെ മുൻവശത്തേക്കാണ്. ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം തൊട്ടടുത്ത് മറ്റ് സ്ഥാപനങ്ങൾ, നിരവധി സ്ഥാപനങ്ങൾ. ഇതാ നമ്മളുടെ നേരെ കാണുന്നതാണ്, അവിടെയാണ് റെയിൽവേ ട്രാക്ക്. അരുൺ, ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കണ്ടാൽ അല്പസമയം മുമ്പ് ഈ പ്രദേശത്തേക്ക് അടുക്കാൻ കഴിയില്ലായിരുന്നു, കട്ടിപ്പുക ഉയരുകയായിരുന്നു. ഇപ്പോൾ എന്തായാലും പുക പൂർണ്ണമായും ശമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാം, ഗോഡൌണിനകത്തുള്ള ദൃശ്യങ്ങൾ കാണാം. ഇതാണ് സാഹചര്യം. കത്തി അമർന്നിട്ടുണ്ട്, കത്തി നശിച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് വ്യക്തമാണ്. ഇപ്പോൾ കാണാം ഈ പ്ലാസ്റ്റിക്, നമ്മുടെ അല്ലമീനിലേക്ക് കൂടി ഒന്ന് പോയി വരാം.